ഈ പോയ ഇടങ്ങളിൽ ഏറ്റവും പ്രിയങ്കരമായി തോന്നിയ ആധ്യാത്മികമായി കണക്ഷൻ കിട്ടിയ ഒരു സ്ഥലം ഏതാണ്? ഋഷികേശിൻ്റെ കുറച്ചുകൂടി മുകളിലേക്ക് പോകുമ്പോൾ വസിഷ്ഠ ഗുഹയുണ്ട്. എനിക്ക് വസിഷ്ഠ ഗുഹയാണ്. പക്ഷെ വസിഷ്ഠ ഗുഹ എന്താണെന്ന് എനിക്കറിയില്ല. അവിടെ വല്ലാത്തൊരു ഊർജ്ജം ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. ഭാരതത്തിലെ ഈ മലമടക്കുകളിൽ ഇരിക്കുന്ന ഋഷീശ്വരന്മാർ, ഇവരെയൊന്നും നമുക്ക് കാണാൻ പോലും സാധിക്കില്ല. ഇവർ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന, അല്ലെങ്കിൽ ഈ ഒരു പ്രതലത്തിലേക്ക് ഇറങ്ങി വരുന്ന നിമിഷമാണ്. 12 ജ്യോതിർലിംഗങ്ങൾ കഴിഞ്ഞു. 12 അല്ല, ഇപ്പോൾ 13 കഴിഞ്ഞു. കാരണം ജ്യോതിർലിംഗത്തിൽ ചില വിവാദങ്ങളൊക്കെ ഉണ്ട് ഏതാണ് എന്നുള്ളതിൽ. നമസ്കാരം. അബാക് മീഡിയയിൽ ഒരു പുതിയ അതിഥിയാണ് പ്രൊഫസർ സരിത അയ്യർ. പ്രഭാഷകയാണ്, അധ്യാപികയാണ്. നമസ്കാരം. നമസ്തേ. ചേച്ചിയെന്ന് വിളിച്ചോട്ടെ ഞാൻ. പ്രൊഫസർ സരിത അയ്യർ അധ്യാപികയാണ്, പ്രഭാഷകയാണ് എന്ന് ഞാൻ പറഞ്ഞവിടെ നിർത്തിയാണ്. അതിനുമപ്പുറം ഒരു നല്ല സഞ്ചാരിയാണ്. നല്ല സ്ഥലങ്ങൾ സംഘമായും ഒറ്റയ്ക്കും ഒക്കെ യാത്ര ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് താങ്കളുടെ ഹിമാലയൻ യാത്രയുടെ അനുഭവങ്ങളിൽ തുടങ്ങിയാൽ കൊള്ളാമെന്നൊരാഗ്രഹം. തീർച്ചയായിട്ടും. സാധാരണ എല്ലാവരും എന്നോട് പ്രഭാഷണവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് ചോദിക്കുന്നത്. എന്നാൽ അതുപോലെ തന്നെ ഞാൻ വളരെയധികം നെഞ്ചോട് ചേർക്കുന്ന ഒരു കാര്യമാണ് യാത്ര. എനിക്കൊന്ന് കുട്ടിക്കാലം തൊട്ട് എനിക്ക് യാത്ര ഇഷ്ടമായിരുന്നു. അമ്മ എപ്പോഴും പറയും എൻ്റെ നാളെ ആയില്യാണ്. അപ്പോൾ അമ്മ പറയും ആയില്യം ചരരാശിയാണ്, അതുകൊണ്ട് ഒരിടത്തും ഇങ്ങനെ ഇരിക്കില്ല, യാത്രകൾ ഇഷ്ടപ്പെടുന്നു. അപ്പം അങ്ങനെയാണ് യാത്രകൾ ചെയ്യാൻ തുടങ്ങിയത്. അന്ന് വലിയ ഇങ്ങനെ പ്ലാൻഡ് യാത്രയൊന്നുമല്ല. വീട്ടിലിങ്ങനെ കുടുംബമായിട്ട് നമ്മൾ പോകും, തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങൾ അങ്ങനെയൊക്കെ പോകും. പക്ഷെ കുട്ടിക്കാലം തൊട്ട് വായന നല്ലപോലെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് എനിക്ക് സ്പിരിച്വൽ ബുക്സ്, ഫിലോസഫിക്കൽ ബുക്സ്, യാത്രാവിവരണം ഇങ്ങനത്തെ വായിക്കാനായിരുന്നു ഇഷ്ടം. ഈ വായന അങ്ങ് വല്ലാതെ അങ്ങ് ആകർഷിക്കാൻ തുടങ്ങി, ഈ സ്ഥലങ്ങൾ വായനയിലൂടെ. അപ്പം അന്നൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ വായനയ്ക്ക് സമയം കണ്ടെത്തുന്ന കാര്യം പറഞ്ഞാൽ ഇഷ്ടംപോലെ സമയമുണ്ട്. കുറച്ചും കൂടെ വലുതായി കഴിഞ്ഞപ്പോഴും ഇപ്പം ഈ അന്നൊക്കെ നമ്മുടെ കമ്പ്യൂട്ടറൊക്കെ ബൂട്ട് ചെയ്ത് വരാൻ സമയം എടുക്കുമല്ലോ. അപ്പോൾ ആ സമയത്ത് പോലും അവിടെ ഒരു ബുക്ക് വയ്ക്കും, ഒരു പാരഗ്രാഫ് വായിക്കാമല്ലോ. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ കുറച്ച് വലുതായി കഴിയുമ്പോൾ ആരെങ്കിലും പിക്ക് ചെയ്യാനൊക്കെ പോവുകയാണെങ്കിൽ ബുക്ക് എപ്പോഴും കാണും. പക്ഷേ ഈ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ഹിമാലയൻ പുസ്തകങ്ങൾ കൂടുതൽ വായിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഹിമാലയത്തിലേക്ക് പോകണം എന്നൊക്കെയുള്ള ആഗ്രഹം തോന്നിയത്. പിന്നെ പോവുകയാണെങ്കിൽ വെറുതെ ഒരു യാത്രയല്ല, ഓരോ സ്ഥലങ്ങളുടെ മാഹാത്മ്യം മനസ്സിലാക്കി, പിന്നെ അവിടെ ചൊല്ലുന്ന ശ്ലോകങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ കേദാറിൽ പോയാൽ ശങ്കരാചാര്യ കേദാർനാഥനെ പറ്റി എഴുതിയ ശ്ലോകം അവിടെ പോയി ചൊല്ലണം, അങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളുണ്ടായിരുന്നു. അപ്പം എല്ലാം മനസ്സിലാക്കി ചിട്ടയോടുകൂടി എനിക്ക് കൂടുതലും ഭക്തി കലർന്ന കർമ്മയോഗം, ജ്ഞാനയോഗമാണ് ഇഷ്ടം. അപ്പം അങ്ങനെയാണ് യാത്രകൾ ചെയ്തു തുടങ്ങിയത്. പിന്നെ അതങ്ങനെ വന്ന് ഭവിക്കുകയായിരുന്നു. എനിക്കൊന്ന് ആഗ്രഹമുള്ളതുകൊണ്ട്, സങ്കല്പമുള്ളത് കൊണ്ടും അങ്ങനെ വന്ന് ഭവിച്ചു. അപ്പം ഇങ്ങനെ ഇപ്പം ഇത്രയും കൊണ്ട് ധാരാളം യാത്രകൾ ചെയ്യാൻ പറ്റി. എന്നാലും ഇനിയും ഒത്തിരി ചെയ്യാനുണ്ട്. ഇപ്പോൾ 12 ജ്യോതിർലിംഗങ്ങൾ കഴിഞ്ഞു. 12 അല്ല, ഇപ്പോൾ 13 കഴിഞ്ഞു. കാരണം ജ്യോതിർലിംഗത്തിൽ ചില വിവാദങ്ങളൊക്കെ ഉണ്ട് ഏതാണ് എന്നുള്ളതിൽ. അപ്പോൾ 13 ജ്യോതിർലിംഗങ്ങൾ പോകാൻ പറ്റി. പിന്നെ സപ്തമോക്ഷപുരികൾ, 12 ജ്യോതിർലിംഗങ്ങൾ ഞാൻ ധാരാളം ശ്ലോകം ചൊല്ലിയിട്ടുള്ളതാണ്. സൗരാഷ്ട്രേ സോമനാഥം ച ശ്രീശൈലേ മല്ലികാർജുനം. ഈ ശ്രീശൈലത്തിൽ, ആന്ധ്രയിലുള്ള മല്ലികാർജുനാണ് അധികാരം. പൊതുവെ ട്രാവൽ കമ്പനീസ് ഒന്നും അധികം വെക്കാറില്ല. അങ്ങനെ ശ്രീശൈലേ മല്ലികാർജുനം, ഉജ്ജയിന്യ മഹാകാലം, ഓംകാരം അമലേശ്വരം, പരല്യാം വൈദ്യനാഥം ച രാകിന്യാം ഭീമശങ്കരം, സേതുബന്ധേതു രാമേശം നാഗേശം ദാരുകാവനെ, വാരണസ്യാം തു വിശ്വേശം ത്രംബകം ഗൗതമീതടേ, ഹിമാലയേതു കേദാരം കൃഷ്ണേശം ശിവാലേ, ഏതാനി ജ്യോതിർലിംഗാനി. ഇതാണ് 12 ജ്യോതിർലിംഗങ്ങൾ. പിന്നെ സപ്തമോക്ഷപുരികൾ പോകാൻ പറ്റി. അതാണ് ആദ്യത്തേതാണ് അയോധ്യ, മധുര, മായ എന്ന് പറഞ്ഞാൽ ഹരിദ്വാർ, കാശി, കാഞ്ചി, അവന്തിക, ഉജ്ജയിൻ, പുരി, ഈ പുരങ്ങളും ദ്വാരകയും. അപ്പോൾ അവിടെയെല്ലാം പോയി തൊഴാൻ പറ്റി. പിന്നെ ഭാരതത്തിലെ ചാർധാം ഉണ്ട്, ശങ്കരാചാര്യ സ്ഥാപിച്ച 4 മഠങ്ങൾ. ഹിമാലയത്തിലെ ചാർധാം, പിന്നെ കുംഭമേള നടക്കുന്ന 4 സ്ഥലങ്ങൾ. ഇങ്ങനെ ഇവിടെ എല്ലാം പോകാൻ പറ്റി. എന്നാലും ഇനി ആഗ്രഹമുള്ള സ്ഥലമുണ്ട്. കാമാഖ്യ പോയിട്ടില്ല. കുറേ ശക്തിപീഠങ്ങൾ പോകാൻ പറ്റി. കാമാഖ്യ വായനയിലൂടെ, പുസ്തകങ്ങളിലൂടെ നമ്മളെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. തീർച്ചയായിട്ടും. എനിക്ക് ഇവിടെ ഉണ്ടാകുന്ന ഒരു സംശയം എന്താണെന്നറിയോ, അധ്യാപികയാണ്, ഇത്രയും പ്രഭാഷണങ്ങളുണ്ട്. ഇപ്പോൾ കേവലം നിസാരമായി പോകുന്ന എനിക്ക് ഒരു യാത്ര പോകണമെന്ന് ആഗ്രഹിച്ചാൽ പോലും നമ്മുടെ തൊഴിലിടങ്ങൾ
പിടിച്ചു ഭരിക്കും, കുടുംബം പിടിച്ചു ഭരിക്കും. എങ്ങനെയാണ് ഈ ടൈം മാനേജ് ചെയ്ത് ഇത്രയും യാത്രകൾ പോകാൻ പറ്റുന്നത്? ഒന്ന്, ഞാൻ യാത്ര സീരിയസ് ആയിട്ട് ചെയ്യാൻ തുടങ്ങിയത് കുട്ടികൾക്ക് അറിവ് വെച്ച കാലം തൊട്ടാണ്. ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്നാന്ന് വെച്ചാൽ നമ്മൾ ഇവരെയും കൊണ്ടെല്ലാം പോകും, കുറേ കാലം കഴിയുമ്പോൾ ഇവർ പറയും ഞങ്ങളിവിടെ ഒന്നും പോയിട്ടില്ല. അപ്പോൾ കുട്ടികൾക്കൊരു ഓർമ്മ നല്ലതുപോലെ ആയതിനു ശേഷമാണ്. പിന്നെ ഭർത്താവ് അദ്ദേഹവും യാത്ര ചെയ്യാൻ, പ്രത്യേകിച്ച് സ്പിരിച്വൽ സിഗ്നിഫിക്കൻസ് ഉള്ള സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ നല്ല താല്പര്യമുള്ള ഒരാളായിരുന്നു. പ്ലാനിങ് എല്ലാം ഞാനായിരിക്കും ചെയ്യുക, കാരണം അവർക്കൊന്നും സമയമില്ല. പ്ലാനിങ് എല്ലാം ചെയ്യും, കുട്ടികളായിട്ട് പോകുന്ന എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് വയ്ക്കും. അപ്പോൾ എന്തെന്ന് വെച്ചാൽ വളരെ നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ എനിക്കും കുട്ടികൾക്ക് അവധിയുള്ള സമയം നോക്കി, ക്രിസ്മസ് വെക്കേഷനുണ്ട്, ഓണം വെക്കേഷൻ നമുക്ക് 10 ദിവസമുണ്ട്, വളരെ നേരത്തെ. ഇപ്പോൾ ഫ്ലൈറ്റൊക്കെ ആണെങ്കിൽ ഞങ്ങൾ 4 പേര് പോകുമ്പം വളരെയധികം എക്സ്പെൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അത്ര വലിയ വരുമാനമൊന്നും അന്ന് ഇല്ല. അപ്പോൾ ഞാൻ 8 മാസമൊക്കെ മുമ്പ് ബേസ് ഫെയറിനൊക്കെ എടുത്ത് വയ്ക്കും ടിക്കറ്റ്. റിസ്ക് ആണ്, നമുക്ക് പോകാൻ പറ്റുമെന്ന്. അപ്പം അങ്ങനെ വെക്കേഷൻസ് പ്ലാൻ ചെയ്യും. പിന്നെ കോളേജിൽ കമ്മ്യൂട്ടഡ് ലീവ് കിട്ടും, അപ്പം അങ്ങനെ പോകും. ചിലതിന് ഹസ്ബൻഡ് അന്ന് വരാൻ പറ്റാറില്ലായിരുന്നു, ചിലത് ഞങ്ങൾ പോകും. അങ്ങനെ ഈ പോയ ഇടങ്ങളിൽ ഏറ്റവും പ്രിയങ്കരമായി തോന്നിയ ആധ്യാത്മികമായി കണക്ഷൻ കിട്ടിയ ഒരു സ്ഥലം ഏതാ? എല്ലായിടവും കിട്ടും എനിക്കറിയാം, ഏറ്റവും പ്രിയങ്കരമായി കിട്ടിയത് എനിക്ക് ഋഷികേശിൻ്റെ കുറച്ചുകൂടി മുകളിലേക്ക് പോകുമ്പോൾ വസിഷ്ഠ ഗുഹയുണ്ട്. എനിക്ക് വസിഷ്ഠ ഗുഹയാണ്, എനിക്ക് ധാരാളം സ്ഥലങ്ങളുണ്ടെങ്കിലും പക്ഷെ വസിഷ്ഠ ഗുഹ എന്താണെന്ന് എനിക്കറിയില്ല, അവിടെ വല്ലാത്തൊരു ഊർജ്ജം ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. അത് ഞാൻ ആദ്യം പോകുന്നത് ഒരു സപ്താഹം ഞങ്ങളവിടെ കോർഡിനേറ്റ് ചെയ്തു ഹരിദ്വാറിൽ അയ്യപ്പ ക്ഷേത്രത്തിൽ. അപ്പോൾ ആ സമയത്ത് ഇടയ്ക്ക് സമയം കിട്ടിയപ്പോൾ ഞങ്ങളിങ്ങനെ ഋഷികേശും ഒക്കെ ഒന്ന് പോയി കണ്ടു. അപ്പോൾ ആ സമയത്താണ് ഈ വസിഷ്ഠ ഗുഹയിൽ പോകുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് കയറ്റം കയറി പോയിട്ട് ഒരു ഇറക്കത്തിലോട്ടാണ് ആശ്രമത്തിലേക്ക് ഇറങ്ങുന്നത്. അന്ന് മലയാളിയായിട്ടുള്ള ഒരു സ്വാമിജിയാണ് ആശ്രമത്തിൻ്റെ മഠാധിപതി. അപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഋഷിവര്യൻ്റെ ഒരു ഗുഹയിലേക്ക് പോകുന്നത്. നമ്മൾ സന്യാസിമാരുടെ ആശ്രമങ്ങളൊക്കെ പോയിട്ടുണ്ട്, പക്ഷേ ഇതുപോലെ ഒരു മുനിയുടെ ഒരു കേന്ദ്രത്തിലേക്ക് ഞാൻ ആദ്യമായിട്ടായിരുന്നു പോകുന്നത്. മാത്രമല്ല എനിക്ക് അതിനെപ്പറ്റി അത്ര ഐഡിയയും ഇല്ലായിരുന്നു. ഇത് സത്യം പറഞ്ഞാൽ വളരെ വലിയൊരു ഗുഹയാണ്. ആ ഗുഹ ഇപ്പോൾ ഫ്രണ്ടിൽ ഇങ്ങനെ ആർച്ചൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മലയുടെ താഴെയുള്ളൊരു ഗുഹയാണ്. ഈ ഗുഹയിലോട്ട് നമ്മൾ കയറിപ്പോയി കഴിയുമ്പോൾ ഏറ്റവും അറ്റത്തായിട്ട് ഒരു കറുത്ത ശിവലിംഗമാണ്. ശരിക്കും പറഞ്ഞാൽ ആ ഗുഹയ്ക്കകത്ത് വളരെയധികം സൈലൻസാണ്. നമ്മളവിടെ പോയി കഴിയുമ്പോൾ ഒരു വിളക്ക് മാത്രം, നല്ല ഇരുട്ടാണല്ലോ, ഒരു കുറച്ച് ദൂരം നടക്കണം, കുറച്ചേ ഉള്ളൂ എന്നാലും നടക്കണം. എന്നിട്ട് അവിടെ ചെല്ലുമ്പോൾ ഒരു വിളക്ക് മാത്രം കത്തിച്ചു വെച്ചിട്ടുണ്ട്. ധാരധാരയായിട്ട് ഓരോ ഡ്രോപ്പായിട്ട് ധാരജലം ഭഗവാനിൽ അഭിഷേകം ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ കറുത്ത ശിവലിംഗം കൂടെ ആയതുകൊണ്ട് ഇരുട്ടിൽ ആ ഒരു തിരുനാളത്തിൽ ഇതിങ്ങനെ തിളങ്ങുകയാണ് ആ ജലം വീഴുമ്പോൾ. മാത്രമല്ല അതിൻ്റെ മുകളിൽ കുറച്ച് പൂക്കൾ അർച്ചിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നന്ദ്യാർവട്ടപ്പൂവൊക്കെ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ നമ്മൾ മലയാളികളായതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ എൻ്റെ ചിന്താഗതിയുടെ പ്രത്യേകതയായിരിക്കും. ഈ ഹിമാലയത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ പൊതുവെ ബന്ദി ചമന്തി ഇങ്ങനെയൊക്കെയാണ് കാണുക. നമ്മുടെ മലയാളികൾ നെഞ്ചോട് ചേർക്കുന്ന ഈ നന്ദ്യാർവട്ടപ്പൂവൊക്കെ അവിടെ കണ്ടപ്പോൾ, അതും ആ വെള്ളത്തിലിങ്ങനെ നനഞ്ഞ് കിടക്കുന്ന കണ്ടപ്പോൾ എനിക്കൊരു വല്ലാത്ത ഫീലായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് പിന്നെ അവിടെ കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിച്ചു. ആ വിഗ്രഹത്തിൽ തൊട്ട് തലയിൽ വെച്ച് കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത്. പക്ഷെ എന്താണെന്ന് അറിയില്ല, അതെനിക്കൊരു വല്ലാത്ത അനുഭവമായിരുന്നു. അത് ഹൃദയത്തിൽ നിന്ന് അങ്ങ് മാറുന്നില്ലായിരുന്നു. ഇവിടെ വന്നിട്ടും അതിങ്ങനെ നമ്മളെങ്ങനെ നമ്മുടെ ചിന്തകളിൽ വരും. ഇത് തന്നെ എൻ്റെ കുട്ടികൾക്കും ഉണ്ടായി. പിന്നെ ഞങ്ങൾ പോയിട്ടുണ്ട്. പക്ഷേ പോകുന്നതിന് മുമ്പേ എൻ്റെ കുട്ടികൾ ആദ്യം എന്നോട് പറഞ്ഞത് വസിഷ്ഠ ഗുഹയിൽ നമുക്ക് കുറച്ചധികം സമയം ചിലവാക്കണം, അവിടെ ഇരിക്കണം എന്നുള്ളതാണ്. ഈയിടെയും ഞാൻ പോയിരുന്നു അവിടെ. എവിടെയാണ് കറക്റ്റ്? അത് ഋഷികേശിൽ നിന്നും കുറച്ച് മുകളിലേക്ക് പോകുമ്പോൾ റൈറ്റ് സൈഡിലായിട്ടാണ് പുരുഷോത്തമാനന്ദജി. ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാനുള്ള തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല, ഒരു തിരക്കുമില്ല. അവിടെ ചെറിയൊരു ഗോശാലയുണ്ട്. ഇപ്പം മലയാളിയായിട്ടുള്ള സ്വാമിജി അദ്ദേഹം ശരീരം വെടിഞ്ഞു. ശരിക്കും ഈ ആശ്രമം തുടങ്ങിയ സ്വാമിജിയുടെ ശരിയായിട്ടുള്ള കുടുംബ വീടും അദ്ദേഹം താമസിച്ചതും തിരുവല്ലയിലാണ്. ഇന്നും അവിടെ ഉണ്ട്. അത് വസിഷ്ഠ ഗുഹ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഈയിടെ അവിടെ പോയി, തിരുവല്ലയിൽ അവിടെ പോയി. ആ പഴയ ഇല്ല ഇപ്പം പുതുക്കി പണിതിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ടും ഒരു മലയാളി സ്വാമിജി തന്നെയാണ് വന്നത്. ഇപ്പം അദ്ദേഹവും ശരീരം വെടിഞ്ഞു. ഇപ്പം മറ്റൊരാൾ, ഒരു അധ്യാപകനായിട്ടുള്ള ഒരാളാണ് അവിടെ ഉള്ളത്.
അപ്പോൾ ചെറിയ താമസ സൗകര്യങ്ങളൊക്കെ ഉള്ളൂ. പക്ഷെ അതിൻ്റെ മനോഹാരിത എങ്ങനെയാണെന്ന് വെച്ചാൽ ആ വസിഷ്ഠ ഗുഹയിൽ നിന്ന് താഴോട്ടിറങ്ങിയ നേരെ ഗംഗയാണ്, വളരെ വിശാലമായിട്ടുള്ള ഗംഗ. പക്ഷെ അതിൽ കൂടുതലും കല്ലാണ്. ഗംഗയുടെ ജലത്തിലേക്ക് എത്തണമെങ്കിൽ കുറച്ച് സമയം എടുക്കും, കാരണം ഇതെല്ലാം ഇപ്പോൾ വറ്റി വരണ്ട് കിടക്കുകയാണ്. എന്നിട്ട് ഈ കല്ല് വലിയ വലിയ ഉരുളൻ കല്ലുകളിൽ കൂടി കുറച്ച് ദൂരം പോയി കഴിഞ്ഞാലാണ് അരുന്ധതി ഗുഹ. ഒരു ചെറിയൊരു മലയിടുക്ക് പോലെ ഉണ്ട്. അതിലൊരു പൊത്തിലാണ് അരുന്ധതി ദേവി ഇരുന്ന് തപസ് ചെയ്ത സ്ഥലം. ഒരാൾക്ക് ഇരിക്കാനേ പറ്റൂ. പക്ഷേ ഇതിൻ്റെ മാഹാത്മ്യം മനസ്സിലാക്കി വരുന്നവർ കുറച്ചൊന്നുമല്ല. ഞങ്ങൾ രണ്ടാമത്തെ പ്രാവശ്യം പോയപ്പോൾ ഞങ്ങൾക്ക് അതിനകത്ത് തൊഴാൻ പറ്റില്ല, കാരണം ഫോറിനേഴ്സ് വന്നിട്ട് മുഴുവൻ ഇരുന്ന് വലിയ ഹോമാണ് ഈ അരുന്ധതി ഗുഹയുടെ ചുറ്റും താഴെയൊക്കെ ഇരുന്ന്. ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തു, പക്ഷെ അവരുടെ പൂജയായിരുന്നു. അത് ഞങ്ങൾ തിരിച്ചു പോകും. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ നമ്മളുടെ സംസ്കാരത്തിൻ്റെ ആധ്യാത്മികതയുടെ മൂല്യം തിരിച്ചറിഞ്ഞത് നമ്മളെക്കാൾ കൂടുതൽ വിദേശീയരാണെന്ന്? കൂടുതലാണോന്ന് എനിക്ക് അറിയില്ല, പക്ഷെ അവരും തിരിച്ചറിയുന്നുണ്ട് തീർച്ചയായിട്ടും. കൂടുതലാണെന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ ഇവിടുത്തെ ജനസംഖ്യ ചെറുതല്ലല്ലോ. അപ്പം നമ്മൾ അങ്ങനെ ഒരു കണക്കെടുത്ത് നോക്കാൻ പറ്റില്ല. എങ്കിലും അവരിതിനെ ട്രീറ്റ് ചെയ്യുന്ന ഒരു രീതി ഞാൻ കേട്ടുകൊണ്ടിരുന്നത്, ഇവിടെ അടുത്തുള്ള മൂകാംബികയിൽ പോലും എനിക്ക് പോകാൻ പറ്റിയത് കഴിഞ്ഞ ആഴ്ചയാണ്. ഇതുവരെ ജീവിതത്തിൽ ആദ്യമായി മൂകാംബിക ക്ഷേത്രം. ഞാൻ അവിടെ ചെല്ലുമ്പോൾ രണ്ട് വിദേശീയർ, ഭാര്യയും ഭർത്താവുമാണ്. അവർ അവിടുത്തെ ആചാരങ്ങളെയൊക്കെ എടുക്കുന്നൊരു രീതി, അവരവിടെ വലം വെക്കുന്നു. എനിക്കൊന്ന് എത്ര തവണയെന്ന് പോലും അറിയില്ല. ഞാൻ അത് തന്നെ നോക്കിക്കൊണ്ട് നിന്നിട്ട് ഇവർ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ പോയി സംസാരിച്ചു. ഇവർക്ക് നമ്മളാരാണെന്ന് അറിയില്ലല്ലോ. അപ്പം ഞാൻ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ ഇവർ തിരിച്ചു പറഞ്ഞു ഞങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയില്ല. ഭാര്യയ്ക്ക് അറിയാമെന്ന് പറഞ്ഞു. ഞാൻ ഭാര്യയും പറഞ്ഞു ഇംഗ്ലീഷിൽ. അപ്പം ഞാൻ മനസ്സിലാക്കി എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ലോക്കലായിട്ടുള്ള ആളുകൾ ഇവരെ എന്തെങ്കിലും പറ്റിക്കാൻ ചെയ്യുന്നതാണ് എന്ന് കരുതിയിട്ടാകും ഒരു പക്ഷെ അവർ സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഇവർ അവിടെ ആരാധന നടത്തുന്ന ഒരു രീതിയും അവർ ചൊല്ലുന്ന മന്ത്രങ്ങളും ഒക്കെ കണ്ടപ്പോൾ എന്താണെന്നൊന്ന് അറിയണമല്ലോ എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ അവർ സ്കിപ്പായി പോയി, നമുക്ക് പിടിയൊന്നുമില്ല. അവർ നേരെ കഴിഞ്ഞു, പ്രാർത്ഥന കഴിഞ്ഞു, നേരെ പോകുന്നൊരു സാധനം. അതുകൊണ്ടാണ് ഞാൻ ആ ചോദ്യം ചോദിച്ചത്. എനിക്ക് തോന്നുന്നു അവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ആൾക്കാർ അവരും തമ്മിലുള്ള പ്രത്യേകത, അവരേത് കാര്യത്തിനെ പറ്റിയും അറിയണമെന്ന് ശ്രമിച്ചാൽ ആഴത്തിൽ പോയി പഠിക്കും. നമുക്ക് പലപ്പോഴും കുറച്ച് ഉപരിപ്ലവമായിട്ടുള്ള അറിവുകളാണുള്ളത്. ആചാരങ്ങൾ എന്തിനു വേണ്ടി ചെയ്യുന്നു എന്നുള്ളതിൻ്റെ സിഗ്നിഫിക്കൻസിലേക്കോ അതിൻ്റെ ഒരു ഉദാത്തമായിട്ടുള്ള ഭാവത്തിലോട്ടോ നമ്മൾ കടക്കാറില്ല. നേരെ മറിച്ച് അവരങ്ങനെയല്ല. ഒരു കാര്യം അറിയണം തീരുമാനിച്ചാൽ അവർ വളരെ ആഴത്തിൽ പോയി അതിനുവേണ്ടി എത്ര സമയം വേണമെങ്കിലും മെനക്കെടും, ആഴത്തിൽ പോയി പഠിക്കും. പഠിച്ചു കഴിഞ്ഞ് അവരിലേക്ക് കയറിയാവുണ്ടേ പിന്നെ അത് അവരിൽ നിന്ന് പോവുകയല്ല. അവരാണ് ഇവിടെ ചലിക്കാതെ അത് പ്രാക്ടീസ് ചെയ്യാനും ശ്രമിക്കും. അത് അവരിൽ നിന്ന് കണ്ടുപിടിക്കേണ്ട ഒരു ക്വാളിറ്റിയാണ്. ഈ കുംഭമേള നടക്കുന്ന 4 ഇടങ്ങളിലും പോയി എന്ന് പറഞ്ഞു. കഴിഞ്ഞ കുംഭമേളയിൽ പങ്കെടുക്കാൻ സാധിച്ചു. 7 ദിവസം ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു അനുഭവം പറയാമോ? അതൊരു ആകസ്മികമായിട്ട് വന്ന ഒരു ഇൻവിറ്റേഷൻ ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ കുംഭമേള ഇങ്ങനെ കുംഭമേളയ്ക്കൊക്കെ പോകാമെന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ സാധിക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ഞാൻ ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ വാക്കുകൾ ഒത്തിരി വായിക്കുകയും അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുകയും ചെയ്യുന്നയാളാണ്. അപ്പം പൊതുവേ ഞാൻ അങ്ങനത്തെ പ്രഭാഷണങ്ങൾക്ക് ധാരാളം പോകാറുണ്ട്. അപ്പം അങ്ങനെ ഉത്തർപ്രദേശിലെ ഞങ്ങളുടെ സത്യസായി ഓർഗനൈസേഷൻ്റെ സ്റ്റേറ്റ് പ്രസിഡൻറ്റ്, അപ്പം അദ്ദേഹത്തിന് എന്നെ അറിയായിരുന്നു. ഞങ്ങൾ അതിന് മുമ്പൊരിക്കൽ പ്രയാഗ്രാജ് കാശിയൊക്കെ പോയപ്പോൾ ഞങ്ങൾ പോയ ഗ്രൂപ്പിന് മുഴുവൻ ആഹാരവും എല്ലാം ഇദ്ദേഹമാണ് തന്നത്. അതൊരു ഞങ്ങൾ ഗസ്റ്റ് എന്നുള്ള രീതിയിൽ അവരുടെ ഒരു കേർട്ടിയസി അങ്ങനെ ചെയ്തതാണ്. അന്നിങ്ങനെ സാറ് എന്നോട് പറഞ്ഞു, അടുത്ത കുംഭമേള പ്രയാഗ്രാജിലാണ്, അങ്ങ് വരൂ, ഞങ്ങൾ വേണ്ട സൗകര്യം എല്ലാം ചെയ്തു തരാമെന്ന് അങ്ങനെ ഒന്ന് ക്ഷണിച്ചു. അപ്പോൾ ആ ക്ഷണം മനസ്സിലുണ്ടായിരുന്നു. കാരണം നമുക്കൊക്കെ ഈ ഇത്രയും ഇങ്ങനെ വലിയൊരു സ്ഥലത്ത് പോകുമ്പോൾ ആരെങ്കിലും ഒരു കോണ്ടാക്റ്റ് ഒന്നും ഇല്ലെങ്കിൽ, പ്രത്യേകിച്ച് സ്ത്രീകളാകുമ്പോൾ നമുക്കത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഏകദേശം സമയം എടുക്കാറായപ്പോൾ ഞാൻ സാറിനോട് ചോദിച്ചു. ഏകദേശം 2 months ബിഫോറാണ് ഞാൻ സാറിനോട് ചോദിച്ചു. 2 അല്ല, ഒരു 3 months ബിഫോർ തന്നെ ചോദിച്ചു. കാരണം ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു 1 മാസം കൂടെ കഴിയട്ടെ, നമ്മളുടെ ടെൻ്റ് എന്നാണ് ഓപ്പൺ ആകുന്നത്, ആ സമയം അനുസരിച്ച് പറയാം, തീർച്ചയായിട്ടും ഞങ്ങളെല്ലാം ഇവിടെ ചെയ്തോളാം, ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന മാത്രം ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ 1 മാസം കൂടെ കഴിഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു, ഇന്ന ദിവസമാണ്, ടിക്കറ്റുകളെല്ലാം ബുക്ക് ചെയ്തോളൂ, ഞങ്ങളിവിടെ എല്ലാം ചെയ്തോളാം എന്ന് പറഞ്ഞ് അങ്ങനെയാണ്. അപ്പം ഞാൻ പക്ഷേ എൻ്റെ കുട്ടികളുടെ പഠിത്തത്തിൻ്റെ തിരക്ക് കാരണം അവർ കുറച്ച് നാൾ മുമ്പോട്ട് പറഞ്ഞു, ഇനി അമ്മ യാത്ര ചെയ്തോ, ഞങ്ങൾ കുറച്ച് വലുതായി കഴിഞ്ഞ് ഫ്രീ ആകുമ്പോൾ ഞങ്ങൾ ഒന്നിച്ച് യാത്ര ചെയ്തോളാം. മറ്റെല്ലാ യാത്രയ്ക്കും അവർ വന്നിട്ടുണ്ട്. അവരിപ്പോൾ തന്നെ 3 പ്രാവശ്യം ഹിമാലയം ആയി, 2 പ്രാവശ്യം ബദ്രികേദാറായി. അപ്പം താല്പര്യമുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാനും എൻ്റെ ഒരു കൂട്ടുകാരിയും പിന്നെ ഈ ട്രാവൽ കമ്പനിയുടെ ഡയറക്ടർ അദ്ദേഹം ശ്രീജിത്ത് നമ്പൂതിരി പറഞ്ഞു. അപ്പം ഞങ്ങളൊരു 6-7 പേര്, ഒരു ഫാമിലി ഉണ്ട്, സായി ഡിവോട്ടീസ് ഉണ്ട്, എല്ലാവരും കൂടെ ചേർന്ന് ബുക്ക് ചെയ്തു.
ബുക്ക് ചെയ്തപ്പോഴാണ് പെട്ടെന്ന് കുട്ടികൾ പറഞ്ഞത് അയ്യോ ഞങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ എക്സ്റ്റെൻഡ് ചെയ്ത് അവർ ലാസ്റ്റ് 3 days അവർ ജോയിൻ ചെയ്തു. അങ്ങനെ അപ്പോൾ ഒരു 7 days-ഓളം അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ശരിക്കും അത് ഫീൽ ചെയ്യാൻ പറ്റി. നമുക്ക് പൊതുവെ എന്താണെന്നറിയാത്ത ആളുകളുടെ വിമർശനങ്ങളുടെ വലിയ ഒരു നീണ്ട നിര തന്നെ കുംഭമേളയുമായി ബന്ധപ്പെട്ടിട്ടാവാറുണ്ട്. അതിൽ എന്താണ് കുംഭമേളയിൽ നിന്ന് കിട്ടുന്ന ഒരു എനർജി? ശരിക്കും പറഞ്ഞാൽ പല തരത്തിലുള്ള ആളുകൾ വരുന്നതുകൊണ്ടാണ് അവിടെ കുംഭമേള. ഈ പേര് നോക്കി മേള എന്ന്. ശരിക്കും പറഞ്ഞാൽ അവിടെ പോയി നോക്കുമ്പോൾ ഒരു മേളയുടെ എല്ലാ ഒരു പൊലിമയുണ്ട്. അപ്പോൾ സാധാരണ ജനങ്ങൾ ഇത് കാണാൻ വരുന്നത് വളരെ കൂടുതലാണ്. അപ്പോൾ അത് മാത്രമാണ് നമ്മൾ കാണുന്നതെങ്കിൽ, ആ ഒരു ആംഗിൾ മാത്രമാണ് കാണുന്നതെങ്കിൽ വിമർശിക്കാൻ ധാരാളം കാണും. പക്ഷേ ഇതിനകത്ത് പല ആംഗിളുകളുണ്ട്. അപ്പം ഞാൻ ഒരു പരിധിവരെ സ്പിരിച്വൽ സിഗ്നിഫിക്കൻസും കൂടെ നോക്കുകയാണെങ്കിൽ, ഭാരതത്തിലെ ഈ മലമടക്കുകളിലിരിക്കുന്ന ഋഷീശ്വരന്മാർ, ഇവരെയൊന്നും നമുക്ക് കാണാൻ പോലും സാധിക്കില്ല. ഇവർ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന, അല്ലെങ്കിൽ ഈ ഒരു പ്രതലത്തിലേക്ക് ഇറങ്ങി വരുന്ന നിമിഷമാണ്. മാത്രമല്ല ഇവർ ഈ സ്നാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ ധാരാളം പ്രഭാഷണങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, ജലം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു കണ്ടക്ടറാണ്. ജലത്തിന് ഏത് എനർജിയും അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, അറിയാമല്ലോ. ഇലക്ട്രിസിറ്റി ആണെങ്കിലും ശബ്ദത്തിനെ ആണെങ്കിലും കടത്തിവിടാനുള്ള കഴിവുണ്ട്. ഇത്രയും മഹർഷീശ്വരന്മാർ ഈ സ്ഥലങ്ങളിൽ സ്നാനം ചെയ്യുമ്പോൾ എന്തിനാണ് ഈ പ്രത്യേകം 4 സ്ഥലം തിരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത്? ഈ 4 നദികളോ അതിൻ്റെ കൈവഴികളോ ഭാരതം മുഴുവൻ ഒഴുകുന്നുണ്ട്. അപ്പം ഇവരെല്ലാം സ്നാനം ചെയ്യുമ്പോൾ ഇവരുടെ ശരീരത്തിലുള്ള എനർജി ഈ ജലത്തിൽ നിക്ഷേപിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇത് ഭാരതം മുഴുവൻ ഒഴുകിയെത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഭാരതം ഇന്നും ഇങ്ങനെ നിലനിൽക്കുന്നത്. അപ്പോൾ അതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അവരത്ര കാലം സാധന ചെയ്തിട്ട് ആ സാധനയോടുകൂടിയാണ് ഇവിടെ വരുന്നത്. പിന്നെ അവർ ആ സഞ്ചരിച്ച ഭൂമിയിൽ, ഞാൻ പൊതുവേ ഈ ജ്യോതിർലിംഗമൊക്കെ തിരഞ്ഞെടുത്ത് പോകാൻ കാരണം, എനർജി എല്ലായിടത്തും ഒരുപോലെയല്ല. അപ്പോൾ നമുക്കറിയാം പ്ലഗ് പോയിന്റിൽ എല്ലായിടത്തും ഒരുപോലെയല്ല. ഇതുപോലെ തന്നെ ജ്യോതിർലിംഗം എന്ന് പറഞ്ഞാൽ അറിയാം, അഗ്നിസ്ഫുലിംഗങ്ങളാണ്. അവിടെ എനർജി വിൽ ബി മോർ. ശക്തിപീഠങ്ങൾ, പേര് തന്നെ അറിയാം. അപ്പോൾ ഇവിടെയൊക്കെ പ്രത്യേകിച്ച് ശങ്കരാചാര്യർ പോയ സ്ഥലങ്ങൾ, ഇതിൻ്റെ ഒന്നും എനർജി കുറയില്ല. ഇപ്പോൾ അയോധ്യ, ശ്രീരാമൻ സഞ്ചരിച്ച ഭൂമിയാണ്, അവിടെ ആ എനർജി ഉണ്ട്. അപ്പം അതൊന്നും അത്ര പെട്ടെന്ന് ഫെയ്ഡാവുന്ന സാധനമല്ല. അപ്പം അവിടെ പോകുമ്പോൾ ഈ ഊർജ്ജം നമുക്കും സ്വീകരിക്കാൻ സാധിക്കും. അപ്പം അതുകൊണ്ടാണ് നമ്മൾ തീർത്ഥാടനം എന്ന് പറയുന്നത്. അപ്പോൾ ആ കുംഭമേളയിൽ പോകുമ്പോൾ ഇത്രയും മഹർഷീശ്വരന്മാർ സഞ്ചരിച്ച ആ ഭൂമി, അതുകൊണ്ടാണല്ലോ പലരും അവിടെ നിന്ന് ആ മണ്ണൊക്കെ എടുത്തുകൊണ്ട് വരുന്നത്, ജലവും മണ്ണും ഒക്കെ എടുത്തുകൊണ്ട് വരുന്നത്. അപ്പോൾ ആ ഒരു ഇതിൽ നോക്കുമ്പോൾ ഇതിൽ പരം ഒരു ഭാഗ്യം ഈ ജനതയ്ക്ക്, ഇവരെ ഒന്നും കാണാൻ പറ്റില്ല. ഭാരതഭൂമിയിലെ മക്കൾക്കായിട്ട് അവർ ഇത്രയും കാലം നമ്മുടെ സുരക്ഷിതത്തിനു വേണ്ടി തപസ് ചെയ്തിട്ട്, എല്ലാ സുഖങ്ങളും ഉപേക്ഷിച്ച് തപസ് ചെയ്തിട്ട്, നമ്മുടെ സൈനികരെ പോലെ ആ ഊർജ്ജം മുഴുവൻ ഭാരതത്തിനായിട്ട് അവർ പ്രദാനം ചെയ്യുകയാണ്. അപ്പം ആ ഒരു ആംഗിളിൽ വേണം ശരിക്കും ഇതിനെ കാണാമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ പലതരത്തിൽ നോക്കാം. ഏറ്റവും പുതുതായിട്ട് നോക്കിയാൽ ഒരു അഡ്മിനിസ്ട്രേഷൻ്റെ മികവ്, അതൊക്കെ നമുക്ക് പത്രത്തിലൊക്കെ ധാരാളം വന്നിട്ടുണ്ട്. ഇത്ര പേരോട് ചെന്നിട്ടും ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ ചെറിയൊരു അപകടം മാത്രമാണ് അത്. ഇത്രയും ചെറുതല്ല എങ്കിൽ പോലും ആ ഒരു ഇവൻറ്റ്, അങ്ങനെ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത്രയും വലിയ ഇവൻറ്റ് കോർഡിനേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടായ കുഞ്ഞൊരു പാകപ്പുഴ ഒഴിച്ച് നിർത്തിയാൽ ബാക്കി എല്ലാം മനോഹരമായി അവസാനിക്കുന്നു എന്നുള്ളതാണ്. അതെ അതെ.